ഹലോ. അപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്ട്രീറ്റ്സിന്റെയും ഈ ഒരു ബിൽഡിംഗ്സിന്റെ ഒക്കെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ കത്തീഡ്രൽ സൈഡിൽ നിന്ന് വെസ്റ്റ് ഗേറ്റ് ഏരിയയിലേക്കാണ് ഇനി പോകുന്നത്. കത്തീഡ്രൽ ടു വെസ്റ്റ് ഗേറ്റ് ഒരു 10 മിനിറ്റ്സ് വാക്ക് ഒക്കെ ഉള്ളൂ. കത്തീഡ്രൽ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്പോട്ടാണ് ഈ വെസ്റ്റ് ഗേറ്റ് ഗാർഡൻ ഏരിയ ആൻഡ് റിവർ സൈഡ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാതെ തന്നെ ഈ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒബിയസ്ലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് സീനിക് ബ്യൂട്ടി. ഈ ഒരു ഗാർഡന്റെയും ഈ ഒരു റിവർ സൈഡ് വ്യൂവും ഒക്കെ കൂടുതലായിട്ട് ആസ്വദിക്കാനായിട്ട് ഉള്ള 2 ആക്ടിവിറ്റിയാണ് റിവർ പണ്ടിങ്ങും റിവർ ടൂർ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ പാക്കേജ് യു ആർ ടേക്കിംഗ്. ഇപ്പൊ റിവർ പണ്ടിങ്ങിനാണെങ്കിൽ ടൈമിനനുസരിച്ചാണ് പ്രൈസ് വരുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ സ്റ്റാർട്ടിംഗ് 20 മിനിറ്റ്സിലേക്കുള്ളതാണ്. 20 മിനിറ്റ്സിലേക്ക് ഏതാണ്ട് 15 or 18 പൗണ്ട്സ് അത്ര എങ്ങാണ്ടാണ്. സമയം കൂടുന്നതിനനുസരിച്ച് അവരുടെ പ്രൈസും കൂടും. ഈ UK ഇതുപോലെ വെയിൽ വരുന്നതും ഓണത്തിന് മാവേലി വരുന്നതും ഒക്കെ ഒരുപോലെയാണ്. UK വെതർ എന്ന് പറയുന്നത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ പാർട്ട് 1 കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. രാവിലെ ഫുൾ ഒരു ക്ലൗഡി വെതർ ആയിരുന്നു. ഇപ്പൊ ദേ സൺഷൈൻ ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗാർഡൻ ഏരിയ ഒക്കെ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് റിയലി അമേസിംഗ്. പിന്നെ എവിടെ പോയാലും ഫുഡ് മുഖ്യമായതുകൊണ്ട് തന്നെ ആ വെസ്റ്റ് ഗേറ്റ് ഗാർഡന്റെ സൈഡിൽ തന്നെയുള്ള ഒരു കഫേ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് പറയാതിരിക്കാൻ വയ്യ. ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു. സോ ഇതാണ് വെസ്റ്റ് ഗേറ്റ് ടവർ മ്യൂസിയം. മ്യൂസിയം ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിന്റെ അകത്തും കയറി എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ്സിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ സ്ട്രീറ്റ്സിനെ കോബിൾഡ് സ്ട്രീറ്റ്സ് എന്നും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലെ ഫുള്ള് സ്റ്റോൺ പാകിയേക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ കാന്റർബറി ട്രിപ്പിന്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.